ആദ്യം പറയുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആദ്യം പറയേണ്ടത് ആരാണെന്ന് തിരഞ്ഞെടുക്കുന്നത് പുരുഷു എന്ന കമ്പ്യൂട്ടറാണ്. ശരിക്കും ശരിയല്ല. വരട്ടെ പുരുഷുവിന്റെ ABCD. ഈ കൂട്ടത്തിൽ നമ്മുടെ പോയ കുട്ടിയുടെ നമ്പർ എഴുതിയ ആൾക്കാരാരാണ്? പോയ കുട്ടിയുടെ നമ്പർ എഴുതിയത് ഒന്ന് താനാണ്, മറ്റൊരാളാണ്. ഓ, നിങ്ങൾ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി നിൽക്കുന്നത് അല്ലേ? മറ്റേ പെൺകുട്ടി പറയൂ, ഏതാണ് വേണ്ടത്? സി 2. രണ്ടാം സ്ഥാനമാണ് നിങ്ങൾക്ക് കൈയിട്ടിരിക്കുന്നത്. അടുത്തത് ആർക്ക് കൊടുക്കണം നന്ദിനി? നമുക്ക് ബെന്നിക്ക് കൊടുക്കാം. ബി. ഗായകൻ ഇന്ന് എന്താണെന്നറിയില്ല, തൻ്റെ ആദ്യത്തെ രാഗം കേട്ടിട്ടാണോ പുരുഷു നിങ്ങളിൽ സംപ്രീതനായിട്ടിരിക്കുകയാണ് കേട്ടോ. പലപ്പോഴും പുരുഷു കലാകാരന്മാരുടെ മുന്നിൽ കീഴടങ്ങാറുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠനെ പോലെയാണ്. തോറ്റിട്ടുള്ളത് നല്ല കലാകാരന്മാർക്ക് പിന്നെ ഇഷ്ടം അസച്ചട്ടമ്പുകളെയും. അതാണ് പുരുഷന്റെ സ്വഭാവം. മോൻ പറഞ്ഞോളൂ. അടുത്ത ആള് ഡി 4. അപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടിയ ഹരീഷിനോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഹരീഷൻ ശ്രദ്ധയോടെ കേട്ടുക. മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? സെൻസർ കോപ്പി ഇറങ്ങുന്നത്. സെൻസർ ബോർഡിനെയാണോ പറയുന്നത്? സെൻസർ കോപ്പി, വ്യാജ കോപ്പി, പൈറസി. അതെ, വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നത്. നോക്കട്ടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന്. വ്യാജ പതിപ്പുകൾ 31% പേര് അത് പറഞ്ഞു. അതിന് സെൻസർ കോപ്പി ഇറങ്ങുന്നതല്ല. സെൻസർ കോപ്പിയൊക്കെ ചരിത്രത്തിൽ 1-2 പടത്തിന് ഇറങ്ങിയിട്ടുള്ളൂ. വ്യാജ കോപ്പി എന്ന് വേണം പറയാൻ. സെൻസറുകാർ ഇത് കാണുമ്പോൾ ഒരു സഹിക്കില്ല അങ്ങനെ പറഞ്ഞാൽ കേട്ടോ. അടുത്തതാരാണ്? ഷെലിൻ ഷെറിൻ. നല്ല കഥയില്ലാത്തത്. കഥാക്ഷാമം അല്ലേ? നോക്കട്ടെ. 10%. ഇനി ആരാണ് പറയാനുള്ളത്? ബെന്നി ദയാൽ. നല്ല ഒരു സംഗീതം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അതാരും തന്നെ പറഞ്ഞിട്ടില്ല. മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ അതൊരു ഘടകമല്ല. സൂപ്പർ ഹിറ്റായ കമ്മീഷണറിലും ദി കിങ്ങിലും പാട്ടുകളില്ലായിരുന്നു. പാട്ടുകളുള്ള സിനിമകൾ ഓടിയിട്ടുണ്ട്. എന്നാൽ പാട്ടൊരു പ്രധാന ഘടകം എന്ന് പറയാൻ നമുക്ക് വയ്യ. അടുത്ത ആൾ ഐബിൻ. നല്ല നായികമാരുടെ ഒരു ക്ഷാമം. ആരും പറഞ്ഞില്ല. പക്ഷെ അത് ഐബിന്റെ നല്ലൊരു പോയിന്റ് ആയിരുന്നു. നല്ല പോയിന്റ്. ഞാൻ ചോദിച്ചു ഒരു പെണ്ണിനോട് ഒരു ദിവസം, ഈ നായികാ ദാരിദ്ര്യം എന്ന് വെച്ചാൽ എന്താ ചേട്ടാ? അത് ഈ മലയാള സിനിമ തുടങ്ങിയ കാലം തൊട്ടുള്ളതായിട്ടാ ഈ നായികാ ദാരിദ്ര്യം. എന്താ? തുലാഭാരം എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ശാരദ ദാരിദ്ര്യം കൊണ്ട് തൂങ്ങിച്ചാകാൻ പോണെന്ന്. അതാണത്ര നായികാ ദാരിദ്ര്യം. പക്ഷേ നമ്മുടെ ഉത്തരങ്ങളിൽ ബാക്കിയുള്ളത് തുറന്നു നോക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ഇനി ആരെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? ഇല്ല, എല്ലാവരും പറഞ്ഞു. ഓപ്പൺ എ. TV ഒരു വെല്ലുവിളിയാണ്. TV വന്നുകൊണ്ട് തിയേറ്ററുകളിലേക്ക് ആൾക്കാർ പോകുന്നില്ല. ഓപ്പൺ ബി. അന്യഭാഷാ ചിത്രങ്ങൾ. ഇവിടെ ഒരു മലയാള പടം റിലീസാകുന്ന ദിവസം കബാലി റിലീസാവും. തീർന്നില്ലേ പരിപാടി? അതാണ് പ്രശ്നം. ഓപ്പൺ ഡി. തിയേറ്ററുകളുടെ നിലവാരം. പല തിയേറ്ററുകളിൽ നമുക്ക് ചെന്നിരിക്കാനൊക്കെ പറ്റാത്തതാണ് സിനിമയ്ക്ക് ആളുകൾ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അടുത്ത ചോദ്യം പറയുന്നതിന് വേണ്ടി ആരാണ് തുറക്കുന്നത് നോക്കാം. ഇതിൽ ഒട്ടും മാർക്ക് കിട്ടാത്ത ആളാണ് നന്ദിനി. നമുക്ക് ഐബിനിൽ നിന്ന് തുടങ്ങാം. ഐബിൻ തുറന്നോളൂ. ഡി. സി. ഷെലിൻ. ബി. ഹരി. എ. വൈകിട്ടത്തെ 4-ന്റെ ചായക്ക് ഏറ്റവും നല്ല 4 മണി പലഹാരം ഏതാണ്? ഐബിൻ. ഓ, ഒരു പലഹാരം ചോദിച്ചപ്പോൾ സങ്കീർണമായ എന്തോ ചോദ്യം ഞാൻ ചോദിച്ച പോലുണ്ട്. പരിപ്പ് വട അല്ലേ? നോക്കട്ടെ. 28% പേരാണ് വട പറഞ്ഞിരിക്കുന്നത്. ഇനി ഷെലിൻ ആലോചിച്ച് ഉത്തരം പറയൂ. 4 മണിക്ക് ഭർത്താവിന് എന്താണ് ഉണ്ടാക്കി കൊടുക്കാറ്?
ഈ ബ്രെഡ് ജാം വെച്ച് കൊടുത്ത് പറ്റിക്കുന്ന ടീമിൽ പെട്ടാന്ന് തോന്നുന്നു, കണ്ടാൽ അങ്ങനെ തോന്നുന്നത്. 4 മണിക്ക് ഭർത്താവ് ജോലിക്ക് പോകും. 4 മണിക്ക് രക്ഷപ്പെട്ടു. ഭർത്താവ് ജോലിക്ക് പോകും. ഞായറാഴ്ച ജോലിക്ക് പോവും, ഗാന്ധി ജയന്തിക്കും ജോലിക്ക് പോവും, സ്വാതന്ത്ര്യദിനത്തിനും ജോലിക്ക് പോവും, തിരുവോണത്തിന്റെ അന്ന് 4 മണിക്ക് ഭർത്താവ് ജോലിക്ക് പോവും. Actually, എന്ത് അതാരാ? ജോലിയാ അത്? ബാഹു ജോലി, പുള്ളിക്ക് ഞാൻ പേരിട്ടു. നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടിയാണ് എല്ലാ ദിവസവും. പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണോ? നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ വൈകിട്ടത്തെ ചായ എന്താണെങ്കിലും വീട്ടിൽ നിന്ന് കുടിക്കുമല്ലോ. വൈകിട്ടാണ് ഉച്ചത്തെ ഭക്ഷണം കഴിക്കുക. ശരി, നിങ്ങളുടെ ഭർത്താവ് ചായ കുടിക്കാറില്ല. അതൊരു ഇനി പുള്ളി ചായ കുടിച്ചെന്നങ്ങാൻ ഞാൻ അറിഞ്ഞ കേട്ടല്ലോ. ഇപ്പൊ പറ, 4 മണിയുടെ ചായക്ക് ഏറ്റവും നല്ല പലഹാരം ഏതാണ്? ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ്. ഓ, ചായ ബിസ്കുട്ട് പിയേക്കാ. ബിസ്ക്കറ്റ് 21% പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ആളാരാണ്? അടുത്തത് ബെന്നി. ബെന്നി. പഴംപൊരി. പഴംപൊരി, അത് കലക്കും. വൻ പ്രകടനം. എനിക്കായിരുന്നു തെറ്റുപറ്റിയത്. നിങ്ങളോട് ജനറൽ നോളജ് ഒക്കെ ചോദിച്ച സമയത്ത് തീറ്റക്കാര്യം മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു തുടക്കം തൊട്ട്. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ. ഇനി ഹരി. ഹരി, അട. നോക്കട്ടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ആൾക്കാർ വട പറഞ്ഞു, പക്ഷെ അട പറഞ്ഞിരുന്നില്ല. ഓപ്പൺ ബി. ബജി. ബജി പലതരത്തിലുണ്ട്. ബജി ഭയങ്കര ട്രെൻഡിയാണ്. മുട്ട ബജി, കായ ബജി, അങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലുണ്ട്. ഉരുളക്കിഴങ്ങ് ബജി. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കടയിൽ ചെന്നപ്പോൾ റസ്ക് ബജ്ജി, നമ്മുടെ റസ്ക് ഇല്ലേ 4 മണിയുടെ, ഈ റസ്ക് പുള്ളി മുക്കിയിട്ട് ബജ്ജിയാക്കി തരുന്നു. ഒരു കണ്ടുപിടുത്തങ്ങളെ. ഇനി ഓപ്പൺ ഈ. മുറുക്ക്, പക്കവട തുടങ്ങിയ സാധനങ്ങൾ, ഈ വറുത്ത കറുമുറ ഐറ്റംസ്, അതിൻ്റെ പേര് ശബ്ദ പലഹാരങ്ങൾ എന്നാണ്. കടിക്കുമ്പോൾ ഒച്ച വരുന്ന പലഹാരങ്ങളാണ് ശബ്ദ പലഹാരങ്ങൾ. റസ്ക്, മുറുക്ക് തുടങ്ങിയവ ശബ്ദ പലഹാരങ്ങളിൽ പെടും. അലുവ, ഇഡലി തുടങ്ങിയവ നിശബ്ദ പലഹാരങ്ങളിൽ പെടും. ഒച്ചയില്ലാണ്ട് തിന്നാം, ആരും അറിയില്ല, സ്വസ്ഥമായിട്ട്. ഇനി വീണ്ടും നിങ്ങളിൽ ആര് ഉത്തരം പറയണമെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പുരുഷു വരികയാണ്. പുരുഷു വരട്ടെ. പരീക്ഷണ, ആനന്ദ ഭൈരവി രാഗത്തിൽ ഒരു പുരുഷ ഭക്തിഗാനം ചിട്ടപ്പെടുത്താമോ? പുരുഷു നീ എന്നെ അനുഗ്രഹിക്കേണം, പുരുഷു നീ എന്നെ അനുഗ്രഹിക്കേണം. സരിഗ സരിഗ സരി പുരുഷു നീ, സരിഗ സരിഗ സരി പുരുഷു നീ, ദപമ ദപമ ഗരി പുരുഷു നീ എന്നെ. എന്നെ. പഞ്ചമം, കട്ടച്ചായം വടയും എല്ലാം ഗംഭീരമായിരിക്കുന്നു. ഓക്കെ, അപ്പൊ തുറന്നോളൂ. സി. 3-ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. ഇനി ആർക്ക് കൊടുക്കണം? ഐബിൻ. ഐബിൻ. ബി. ബി ഓപ്പൺ. 4-ാം സ്ഥാനം. അല്ല, പുരുഷനെ നോക്കി പേടിപ്പിച്ചു. ഷെലിൻ. ഷെലിൻ. ഡി. ഡി. 1-ാം സ്ഥാനം. ബെന്നി. എ. എ. ഷെലിൻ. പുരുഷന്റെ അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക, ഉത്തരം പറയുക. ന്യൂ ഇയർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം എത്തുന്ന കാര്യം എന്താണ്? ന്യൂ ഇയർ പാർട്ടി. ന്യൂ ഇയർ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ന്യൂ ഇയറിന്റെ ദിവസം എന്നങ്ങ് പറഞ്ഞാൽ പോരെ, എന്നാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം ആയല്ലോ. ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ്, മദ്യപാനം, തെറ്റല്ലേ അതൊക്കെ? എനിക്ക് ഓർമ്മ വരുന്നല്ലോ പറഞ്ഞത്. എനിക്ക് ഇത് ഓർമ്മ ആളുകളുടെ അല്ലേ പറഞ്ഞത്? അതെ, ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിന് അന്ന് സന്ധ്യ കഴിയുമ്പോൾ ഹോർലിക്സ് കുടിക്കുകയാണ് എല്ലാവരും. അല്ല, ന്യൂ ഇയർ അല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് നാരങ്ങവെള്ളം കലക്കി കുടിക്കുകയാണോ? എന്താണ് ന്യൂ ഇയറിന് എല്ലാവരും ചെയ്യുന്നത്? ആൽക്കഹോൾ. ഇത് എത്ര പേർ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. %27 പേർക്ക് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, അടുത്ത ആരാണ്? ബെന്നി. ബെന്നി. രാത്രി 12 മണിയാകുമ്പോൾ പടക്കം പൊട്ടിക്കുക. അതാണ് 12 മണിയാകുമ്പോൾ പടക്കം പൊട്ടിക്കുക, അതാണ് ഓർമ്മ വരുന്നത്. നോക്കട്ടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ആരും പടക്കം പൊട്ടിക്കാറില്ലേ? സർവേയിൽ പറഞ്ഞിട്ടില്ല, ജനത്തിന് അത് ഓർമ്മ വരുന്നില്ല. പടക്കം പൊട്ടിക്കുന്നതിന് മുമ്പ് ബോധം ഉണ്ടാവുകയെ. 27% പേര് മദ്യപാനം എന്ന് പറഞ്ഞാൽ 12 മണിക്ക് പടക്കം പൊട്ടിച്ച കാര്യം ഓർക്കൂലല്ലോ. ഇനി ഹരി. ഹരി. ഫാമിലി എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പോലെ, കുടുംബ സംഗമം. ഓക്കെ, നോക്കട്ടെ. ന്യൂ ഇയറിന് ബെസ്റ്റാ. ആരും പറഞ്ഞിട്ടില്ല കുടുംബ സംഗമം. ഐബിൻ. ഈ വർഷമെങ്കിലും നന്നാകുക എന്നൊരു റെസല്യൂഷൻ. പ്രതിജ്ഞ, റെസല്യൂഷൻസ്, സത്യപ്രതിജ്ഞകൾ. നോക്കട്ടെ.
എന്താടോ ശേഖര നന്നാവാത്ത? പ്രതിജ്ഞ 15% പേര്. ഇനി നമുക്ക് വെറുതെ സിയും ഡിയും ഒന്ന് നോക്കാം. ഓപ്പൺ സി. കലാപരിപാടികൾ. ഓപ്പൺ ഡി. കലണ്ടർ. കുറേ പേർക്ക് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, അയ്യോ നാളെ രാവിലെ കലണ്ടർ മാറ്റണമല്ലോ, നമ്മൾ മാറ്റിയിടണമല്ലോ എന്ന് 13% പേരേ ഉള്ളൂ പുതിയ ഡേറ്റുകളെല്ലാം എഴുതിയിടുന്നവർ. ഓപ്പൺ ഇ. ആശംസകൾ. ആരും പറഞ്ഞില്ല. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് 12 മണിയാകുമ്പോൾ മൊബൈൽ ബ്ലോക്ക് ആവും. അന്നത്തെ ദിവസം പലരും 5-ാം തീയതി വൈകുന്നേരമൊക്കെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ ഓരോ മെസ്സേജ് കിട്ടുന്നത് മൊബൈൽ ബ്ലോക്കായിട്ട്. നിങ്ങൾ 4 പേരിൽ ആരാണ് ഈ റൗണ്ട് കഴിയുമ്പോൾ പുറത്താകുന്നത് എന്ന് പുരുഷു നമുക്ക് പറഞ്ഞു തരും. പുരുഷു. ബെന്നി ഡേവിഡ് 26, ഷെലിൻ ചെറിയാൻ 63, എബിൻ തോമസ് 43, ഹരികൃഷ്ണൻ പി 31. ബെന്നി ഡേവിഡ് ഈ റൗണ്ടിൽ തന്നെ നമ്മളെ വിട്ടു പോവുകയാണ്. ബെന്നി ഡേവിഡ് കടന്നു വരും. ഈ മത്സരം തന്നെ ഭാഗ്യത്തിലധിഷ്ഠിതമായ ഒന്നാണ്. എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? ഈ ഷോയിൽ വന്നത് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ കണ്ണൻസിനെല്ലാം ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. സമ്മാനം കൊടുക്കാൻ തരും.